സിവിൽ 360 IAS അക്കാഡമിയും UPSC കേരളയും ചേർന്ന് നടത്തുന്ന പ്രിലിംസ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു പ്രിലിംസ് വർക്ക്ഷോപ്പിലേക്ക് നിങ്ങളെ എവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമുക്ക് അറിയാം, ഇനിയിപ്പോൾ പ്രിലിംസിനേക്ക് ഏകദേശം ഒരു 200 ദിവസത്തോളം മാക്സിമം നമുക്കുള്ളൂ. പ്രിലിംസിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ UPSC ആസ്പിരൻസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പേടി സ്വപ്നമായിട്ടുള്ളൊരു മേഖല അല്ലെങ്കിൽ ഒരു എക്സാമിനെ സംബന്ധിച്ചോളം അത് പ്രിലിംസിലേക്ക് വരുമ്പോൾ തന്നെയാണ് അല്ലേ. അപ്പം മാക്സിമം കുട്ടികൾ എഴുതുന്നതാണെങ്കിലും UPSCയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നത് സിവിൽ സർവീസ് പ്രിലിംസാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമേ മെയിൻസ് എഴുതാനുള്ള ഭാഗ്യം കിട്ടുള്ളൂ. സോ പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ടെൻഷനുണ്ട്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ്, ഇപ്പോൾ മെയിൻസിനേക്ക് പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ മെയിൻസ് എഴുതിയവർക്ക് അറിയാം, മെയിൻസിനൊരു മെറ്റീരിയൽ നോക്കുമ്പോൾ വളരെ ലിമിറ്റഡായ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് സോഴ്സ് ഓഫ് മെറ്റീരിയൽ മെയിൻസിന് അവൈലബിൾ അല്ല. കാരണം വൺ ഓഫ് ദ റീസൺ ഈസ് ദാറ്റ് മാർക്കറ്റ് എന്നുള്ള പ്രോബ്ലം തന്നെയാണ്. കാരണം മെയിൻസ് എഴുതുന്ന കുട്ടികൾ ഏകദേശം ഒരു 13,000 പേരാണ് ഒരു വർഷം മെയിൻസ് എഴുതുന്നത് അല്ലേ. പക്ഷേ പ്രിലിംസിന് അപ്ലൈ ചെയ്യുന്നത് ഏകദേശം 10 ലക്ഷം പേരുണ്ട്. സോ ഒരു മാർക്കറ്റ് സൈസ് നിന്ന് നോക്കുവാണെങ്കിൽ 10 ലക്ഷം പേരാണ് വലിയ മാർക്കറ്റ് സൈസ്. അതുകൊണ്ട് ആളുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വിടുന്ന മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിലിംസ് ആയിരിക്കും. സോ പ്രിലിംസിനൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടും, പക്ഷേ മെയിൻസിലേക്കും അല്ലെ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങൾ വരുന്ന സമയത്തേക്ക് ഒരു മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടും ആവുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. സോ ആസ്പിരൻസിനെ സംബന്ധിച്ചോളം ഏതാണ് റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ ഗൈഡൻസിൻ്റെ കാര്യം ഒട്ടും റെയർ അല്ല ഇന്ന് സിവിൽ സർവീസിൽ ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത്. ഗൈഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഗൈഡൻസ് കിട്ടും, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. അതും ഈ ഒരു സിവിൽ സർവീസ് പ്രിലിംസിലേക്ക് എസ്പെഷ്യലി വരുമ്പോൾ, കാരണം വഴി കൂടെ പോകുന്നവരെല്ലാവരും സിവിൽ സർവീസിനെ പറ്റി ഉപദേശിക്കും. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ട്രെയിൻ യാത്ര പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സിവിൽ സർവീസിന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിരിക്കുന്നവൻ ചോദിക്കും, സിവിൽ സർവീസ് ആണോ? അങ്ങനെയാണെങ്കിൽ 2 ഉപദേശം തരും. എല്ലാം പഠിക്കണം, എല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ വഴി കാണുന്നവനെല്ലാം ഉപദേശിക്കുന്ന ഒരു ഏരിയ ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഉപദേശത്തിന് നമ്മളൊട്ടും പുറകോട്ടല്ലാത്തതുകൊണ്ട് മലയാളികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ പ്രിലിംസിലേക്ക് അപ്പം ഒരു നല്ല റൈറ്റായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പ്രിലിംസിലേക്ക് വരുമ്പോൾ ഒരുപാട് വരുന്ന ഇഷ്യൂ ആണ് ആങ്സൈറ്റി ഇഷ്യൂസ്. ഇപ്പം പൊതുവെ എല്ലാവരും പറയും പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ നല്ലോണം പഠിച്ചിരുന്നു, സൂപ്പറായിരുന്നു, എന്തായാലും പ്രിലിംസ് ക്ലിയർ ചെയ്യുമായിരുന്നു, പക്ഷേ ഒരു ഒറ്റ പ്രോബ്ലം പറ്റി, എന്തായിരുന്നു, ഭയങ്കര ടെൻഷനായിപ്പോയി സാറേ. അല്ലെങ്കിൽ പറയും ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, ആ ആങ്സൈറ്റി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്തേനെ. അതേപോലെ പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം പറയും, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ തെറ്റിച്ചേ, എന്തായാലും അടുത്ത വർഷം ഞാൻ ക്ലിയർ ചെയ്യും. കാരണം ഇത്രയും സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, പക്ഷേ എനിക്ക് ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ദ സെയിം സൈക്കിൾ റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇപ്പം നിങ്ങൾ 2-3 അറ്റംപ്റ്റ് ചെയ്തവർക്ക് അറിയാം, നിങ്ങൾ ആദ്യത്തെ അറ്റംപ്റ്റിലും നിങ്ങൾക്ക് ആങ്സൈറ്റി ആയിരുന്നു, രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ ഡിപ്രഷൻ ആക്കി അതിൻ്റെ പേര്, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ സ്ട്രെസ് ആക്കി മാറ്റി. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് എവറി അറ്റംപ്റ്റ് യു ഫീൽ ദ സെയിം. ഇതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ പേര് യോഗയ്ക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞ് അടുത്ത പ്രിലിംസിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ യോഗ, മെഡിറ്റേഷൻ, രാവിലെ തൊട്ട് അടുത്ത 9 മാസം യോഗ മെഡിറ്റേഷൻ, ലാസ്റ്റ് 2 മാസം പോയിരുന്നിട്ട് വീണ്ടും പ്രിലിംസ് പഠിത്തം, ആങ്സൈറ്റി, ഡിപ്രഷൻ, പ്രിലിംസ് തോറ്റു, ഒറ്റ കാര്യമുള്ളൂ, ടെൻഷനായിപ്പോയി. പക്ഷേ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയും ഈ പേപ്പർ ഭയങ്കര അടിപൊളി പേപ്പറായിരുന്നു. ദ തിങ് ഈസ് ദാറ്റ് ഇൻ ഹൈൻഡ്സൈറ്റ് എവരിബഡി ഈസ് എ ജീനിയസ്. The moment you take up the question paper outside the examination hall, you will clear this examination. But the only challenge is that how you are going to tackle the same paper inside this examination hall. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പേപ്പർ ഭയങ്കര ഈസിയാണ്. നിങ്ങളെല്ലാം ഇത് അടിപൊളിയായിട്ട് ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പേപ്പർ ചെയ്യുകയും ചെയ്യും. സോ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാം, ഹൗ ടു ഗെയിൻ കോൺഫിഡൻസ് വൈൽ പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് അല്ലെങ്കിൽ പ്രിലിംസിലേക്ക് വരുമ്പം ഈ ആങ്സൈറ്റി ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ശരിക്കും ഈ ആങ്സൈറ്റി ഇഷ്യൂ നമുക്ക് എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത്? ലൈക്ക് എങ്ങനെ പ്രിലിംസിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പ്രിലിംസിലേക്ക് വരുമ്പം എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആങ്സൈറ്റി ഇഷ്യൂ ഒഴിവാക്കാം? നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിവൺ? ഇല്ല, പറയാനുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? പലതും ഐഡിയ മനസ്സിലുണ്ട്, പക്ഷെ പുറത്തോട്ട് ഞാൻ പറയില്ല. ഓക്കെ, ദ തിങ് ഈസ് ദാറ്റ്
നമുക്ക് ആങ്സൈറ്റി മാറ്റണം അല്ലെ സ്ട്രെസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇഫ് യു ആർ 100% കോൺഫിഡൻറ്റ് ദാറ്റ് യു ഡൺ ഇനഫ് ഫോർ ദിസ് എക്സാമിനേഷൻ, യു വിൽ ബി ഹാവിങ് കംപ്ലീറ്റ് കോൺഫിഡൻസ്. ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല, ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. സോ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് മാറുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ക്വാണ്ടം ഓഫ് യുവർ പ്രിപ്പറേഷൻ. എത്ര നല്ല രീതിയിൽ വളരെ റൈറ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഓക്കെ ഡെയിലി 10 മണിക്കൂർ പഠിച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യും. അപ്പോൾ പണ്ടൊരു സ്റ്റുഡൻസ് നമ്മളെടുത്ത് വന്ന് പറയണ്ടായി, സാറ് ഞാൻ ഡെയിലി 10 മണിക്കൂർ പഠിച്ചു, പക്ഷേ എന്നിട്ട് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താ നീ ഡെയിലി 10 മണിക്കൂർ ചെയ്തത്? സാർ ഞാൻ 3 മണിക്ക് എണീക്കും, 3 മണിക്ക് എണീറ്റിട്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കും, എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്തില്ല. തണുത്ത വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണമെന്നില്ലല്ലോ. 3 മണിക്ക് എണീറ്റ് നീ എന്ത് ചെയ്തു? 3 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ യോജനയും കുരുക്ഷേത്രയും ഒക്കെ വായിച്ചു തീർത്തു, ഈ PW വായിച്ചു, ഇതൊക്കെ വായിച്ചു. സാറേ ഞാൻ വായിക്കാതായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഉണ്ട്. സോ വാട്ട് ഈസ് റൈറ്റ് ഫോർ ദിസ് എക്സാമിനേഷൻ എന്നുള്ളതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഈ എക്സാം പാസ്സാവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. എന്താണ് ഈ എക്സാമിൻ്റെ റിക്വയർമെൻറ്റ്, ആ എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു എക്സാമിൽ, ഈ പ്രിലിംസ് എന്ന് പറയുന്ന എക്സാമിലേക്ക് വരുമ്പം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ സ്ട്രെങ്ത്ത് മാത്രം അറിഞ്ഞാൽ പോരാ, UPSCയുടെ ഒരു സ്ട്രെങ്ത് കൂടി അറിയണം. UPSC എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മളെല്ലാം പഠിച്ചു, രാവിലെ എടുക്കുന്നു, ലക്ഷ്മികാന്ത് എടുക്കുന്നു, രാവിലെ തൊട്ട് ലൈക്ക് അവസാനം വരെ എല്ലാ ചാപ്റ്റർ വരെ. സ്പെക്ട്രം എടുക്കുന്നു, സ്പെക്ട്രത്തിൻ്റെ അവസാനത്തെ ടേബിൾ ഒരു 100 തവണ വായിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്സ് എടുക്കുന്നു, എല്ലാ ചാപ്റ്ററും ചടപട വായിക്കുന്നു, എല്ലാം കാണാതെ പഠിക്കുന്നു, എക്സാമിന് പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു ഗോ ഫോർ പ്രിലിംസ്. കാരണം പ്രിലിംസിൻ്റെ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ചില ഏരിയയിൽ UPSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ക്ലോസ്, യു ക്യാൻ ഓൾസോ സീ എ പാറ്റേൺ. ആൻഡ് ദാറ്റ് എഗെയിൻ എ ചലഞ്ച് അല്ലേ. ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്ന വേറൊരു ഫാക്ടർ, 2023 UPSC ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് പാറ്റേൺ. വിൽ സി എക്സാക്ട്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എല്ലാം നമുക്ക് നോക്കാം. ബട്ട് ദാറ്റ് ഈസ് എഗെയിൻ എ ചലഞ്ച്. സോ ഈ എക്സാമിന് വളരെ റിക്വയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം, എങ്ങനെയാണ് ഈ പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടത്, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിവിൽ 360 IAS അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. അവരായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എങ്ങനെയൊക്കെ ആ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് UPSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു അനാലിസിസ് തരും. സോ അതിനുപരി നമുക്കിവിടെ തന്നെ ഇതിൽ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ 360 IAS അക്കാഡമിയുടെ എപ്പോഴും കൂടെ നിൽക്കുന്ന അഞ്ജന കൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ മിഥുൻ മോഹനും എത്തിയിട്ടുണ്ട്. അവരും നിങ്ങളോട് അവരുടെ സ്ട്രാറ്റജി പറഞ്ഞു തരുന്നതായിരിക്കും.